കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠത്തിലെ 1ാമത്തെ പാഠം ബ്രൂണോ ദ പപ്പി എന്ന് പറയുന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുകളാണ്. ആക്ടിവിറ്റീസ് 1, ആക്ടിവിറ്റി 1 1ാമത്തെ പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്ത് നമുക്ക് വായിച്ചു നോക്കാം. സച്ചിൻ വാണ്ട്സ് ടു ഗോ ടു സം പ്ലേസസ്. ഹി സേസ് ദീസ് ടു ബ്രൂണോ. കംപ്ലീറ്റ് വാട്ട് ഹി സേസ് എന്നാണ് പറയുന്നത്. കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടാകും. സച്ചിന് ചില സ്ഥലങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവന്റെ പെറ്റായിരിക്കുന്ന ബ്രൂണോയോട് അത് പറഞ്ഞു. എന്താണ് അവൻ ബ്രൂണോയോട് പറയുന്നത് എന്ന് ഈ ചിത്രങ്ങൾ നോക്കി ഈ കാണുന്ന ബ്ലാങ്ക് ആയ സ്ഥലത്ത്, ഡോട്ട് ഇട്ട സ്ഥലത്ത് നിങ്ങൾ പൂർത്തിയാക്കണം. 1ാമത്തെ ചിത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഈ ചിത്രം നോക്കൂ. മുകളിൽ ഒരു പ്ലേ ഗ്രൗണ്ടിന്റെ, കളിസ്ഥലത്തിന്റെ ഗ്രൗണ്ടിന്റെ ഒരു ചിത്രമുണ്ട്. ഇവിടെ ബ്രൂണോയോട് സച്ചിൻ എന്തോ പറയുകയാണ്. ആ പറയുന്നതാണ് ഇവിടെ കൊടുത്തത്. ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം എന്നാണ് അതിന്റെ അർത്ഥം. ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്, നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം. ഇനി നിങ്ങൾ താഴെയുള്ള ചിത്രങ്ങൾ നോക്കുക. ഈ ചിത്രത്തിൽ എന്താണ് ഉള്ളത് എന്നും എന്താണ് സച്ചിൻ ബ്രൂണോയോട് പറയുന്നത് എന്നും നിങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയാണ്. നോക്കൂ, 2ാമത്തെ ചിത്രത്തിൽ എന്തൊരു ചിത്രമാണുള്ളത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാർഡൻ, ഒരു ഗാർഡന്റെ ചിത്രമാണ്. അപ്പൊ ബ്രൂണോയോട് എന്തായിരിക്കും സച്ചിൻ പറയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പറയുന്ന കാര്യം ഇവിടെ എഴുതാം. ഇവിടെ ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തായിരിക്കും പറയാം? കൂട്ടുകാരെന്ന് പറഞ്ഞു നോക്കി. ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ. ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ, അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് എഴുതാം ലെറ്റ്സ്, മുകളിൽ എഴുതി അതുപോലെ തന്നെ ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ. ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ, നമുക്ക് ഗാർഡനിലേക്ക് പോകാം. ഇനി നോക്കൂ, ഇവിടെ എന്തൊരു ചിത്രമാണുള്ളത്? എന്തോന്ന് സച്ചിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെന്തായിരിക്കും? ഇതിനെന്താ പറയാ? പോണ്ട്. അപ്പൊ സച്ചിൻ എന്തായിരിക്കും ബ്രൂണോയോട് പറയാ? മുകളിൽ എഴുതിയ പ്രകാരം എന്തായിരിക്കും പറയാ? യെസ്, ലെറ്റ്സ് ഗോ ടു ദി പോണ്ട്. ലെറ്റ്സ് ഗോ ടു ദി പോണ്ട്, നമുക്കത് ഇവിടെ എഴുതാം. ലെറ്റ്സ് ഗോ ടു ദി പോണ്ട്. എന്താ അതിനർത്ഥം? ലെറ്റ്സ് ഗോ ടു ദി പോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോണ്ടിലേക്ക് പോകാം. ഈ നോക്കൂ, അവസാനം എന്താ ഇവിടെ ചിത്രം കാണുന്നത്? എന്തൊരു ചിത്രമാണത്? പാർക്കിന്റെ ചിത്രമല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും സച്ചിൻ പറയുക? നമുക്ക് പാർക്കിലേക്ക് പോകാം. അതിന് ഇംഗ്ലീഷ് എന്താണ്? ഗുഡ്. എന്തായിരിക്കും? ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്, നമുക്ക് ഇവിടെ എഴുതാം. ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. ഇപ്പൊ നോക്കൂ, നമ്മൾ 3 പൂർത്തിയാക്കി. ഇതിലെന്താ മനസ്സിലാകുന്നത്? നമുക്ക് പോകാം, നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ്. ലെറ്റ്സ് എന്ന് ഊന്നിയിട്ടാണ് ഇവിടെ മറ്റ് സെന്റൻസുകളൊക്കെ വന്നത്. അപ്പൊ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം, ലെറ്റ്സ് ഡു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, ലെറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ചെയ്യാം എന്നുള്ളതിന് നമുക്ക് ലെറ്റ്സ് എന്ന് കൂട്ടി പറയാം. അതാണ് നമുക്ക് ഈ വർക്ക് കൊണ്ട് മനസ്സിലാകുന്നത്. 1ാമത്തെ ആക്ടിവിറ്റി നമുക്ക് ഇങ്ങനെ ഇവിടെ സമാപിക്കാം. കൂട്ടുകാരെ, നമുക്ക് ബ്രൂണോ ദ പപ്പി എന്ന് പറയുന്ന പാഠത്തിലെ 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. 2ാമത്തെ ആക്ടിവിറ്റി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇടതുഭാഗത്ത് ഏതാനും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് വായിച്ചു നോക്കാം.
Look at the pictures. Sachin and Bruno are doing something. Say what they are doing and write them down. One is done for you. എന്താണ് ഈ പറഞ്ഞത്? Look at the pictures. താഴെ കാണുന്ന ഈ ചിത്രങ്ങൾ നോക്കൂ. സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഡൂയിങ് സംതിങ്. സച്ചിനും ബ്രൂണോയും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സേ വാട്ട് ദേ ആർ ഡൂയിങ്. നിങ്ങൾ പറയണം അവരെന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണം. ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്നിട്ട് അത് എഴുതുകയും വേണം. വൺ ഈസ് ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മോഡലിന് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യത്തെ ചിത്രം. ഇത് സച്ചിനാണ്, ഇത് ബ്രൂണോയാണ്. ഇവിടെ ബ്രാക്കറ്റില് പാറ്റ് ഒരു വരയിട്ടിട്ട് വാഗ് എന്ന് എഴുതിയിട്ടുണ്ട്. പാറ്റ് വാഗ് എന്ന് എഴുതിയിട്ടുണ്ട്. പാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തലോടുന്നതിനാണ് പാറ്റ് എന്ന് പറയും. ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നതിനാണ് പാറ്റ് എന്ന്. വാഗ് എന്ന് പറഞ്ഞാല് ബഹുമാനത്തോടു കൂടി ഇങ്ങനെ വാലാട്ടുന്നതിനെയാണ് വാഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കും, ഈ രണ്ട് വേർഡ് ശ്രദ്ധിക്കണം. പാറ്റ്, വാഗ്. ഈ പാറ്റ് ഒരാൾ ചെയ്യുന്നതാണ്, വാഗ് വേറൊരാൾ ചെയ്യുന്നതാണ്. ഇത് ബ്രൂണോ ചെയ്യുന്നത് എന്തായിരിക്കും? വാഗ് ആണ്. സച്ചിന് ചെയ്യുന്നത് പാറ്റ് ആണ്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് സച്ചിൻ ഈസ് പാറ്റിംഗ് ബ്രൂണോ. പാറ്റിംഗ്, പാറ്റിംഗ് എന്ന് പറഞ്ഞാൽ തടവുന്നു. സച്ചിൻ ബ്രൂണോയെ തടവുന്നു, തലോടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബ്രൂണോ എന്താ ചെയ്യുക? ബ്രൂണോ ഈസ് വാഗിങ് ഇറ്റ്സ് ടെയിൽ. ബ്രൂണോ ആ സമയത്ത് അവന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് വാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ താഴെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ ഒരു ചിത്രമുണ്ട്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ രണ്ടുപേരും എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? അവിടെ കൊടുത്തിട്ട് റണ്ണ്, ജമ്പ് എന്നാണ്. ഇതിൽ ആരാണ് റണ്ണ് ചെയ്യുന്നത്, ആരാണ് ജമ്പ് ചെയ്യുന്നത് നമുക്കറിയാം. സച്ചിനാണ് റണ്ണ് ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത് ബ്രൂണോയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതണം? സച്ചിൻ ഈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സച്ചിൻ ചെയ്യുന്നത്? റണ്ണാണ്, ഓടുന്നു എന്ന്. റണ്ണിങ്. സച്ചിൻ ഈസ് റണ്ണിങ്. ഇവിടെ സച്ചിൻ ഈസ് റണ്ണിങ് എന്ന് എഴുതണം. അപ്പൊ എന്തായിരിക്കും ബ്രൂണോ ചെയ്യുന്നത്? ബ്രൂണോ ഈസ് ജമ്പിങ്. സച്ചിൻ ഈസ് റണ്ണിങ്, ബ്രൂണോ ഈസ് ജമ്പിങ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സച്ചിൻ ഈസ് റണ്ണിങ്, RUNNING, റണ്ണിങ്. ബ്രൂണോ ഈസ് ജമ്പിങ്, JUMPING, ജമ്പിങ്. അപ്പം സച്ചിൻ ഈസ് റണ്ണിങ്, ബ്രൂണോ ഈസ് ജമ്പിങ്. സച്ചിൻ ഓടുന്നു, ബ്രൂണോ ചാടുന്നു. ഇത് നോക്കും, മൂന്നാമത്തെ ചിത്രം. ഇവിടെ സച്ചിനും ബ്രൂണോയും അതുപോലെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്ന അടിയിൽ കൊടുത്തിട്ടുണ്ട്? റീഡ്, റോള് എന്നാണ്. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുകയാണ്. റോള് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതിനാണ് റോള് എന്ന് പറയാം. അപ്പൊ ഇതിൽ ആരാ റീഡ് ചെയ്യുന്നത്? സച്ചിനാണ്. അപ്പൊ സച്ചിൻ ഈസ് റീഡിങ്, ബ്രൂണോ ഈസ് റോളിങ് ബോൾ. റോളിങ് ദി ബോൾ എന്ന് എഴുതാം. റോളിങ് എന്ന് എഴുതാം, അല്ലെങ്കിൽ റോളിങ് ദി ബോൾ എന്ന് എഴുതാം. അപ്പൊ സച്ചിൻ ഈസ് റീഡിങ്, ഇവിടെ എഴുതണം സച്ചിൻ ഈസ് റീഡിങ്, ബ്രൂണോ ഈസ് റോളിങ് ദി ബോൾ എന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ എഴുതുകയാണ് സച്ചിൻ. മുകളിലുണ്ട് സച്ചിന്റെ സ്പെല്ലിംഗ് ഒക്കെ. സച്ചിൻ ഈസ് റീഡിങ്, READING, റീഡിങ്. ഇനി ബ്രൂണോ ആണ്. ബ്രൂണോയുടെ ആദ്യത്തെ സ്പെല്ലിംഗ്, ആദ്യത്തെ അക്ഷരം ബി ക്യാപിറ്റൽ ആയിരിക്കണം. ബ്രൂണോ ഈസ് റോളിങ്. റോളിങ്, റോൾ ഇവിടെ ഉണ്ട്. അതിന്റെ സ്പെല്ലിംഗ് എടുത്ത് എഴുതിയാൽ ROLLING, റോളിങ് ദി ബാൾ എന്ന് ചേർത്ത് എഴുതാൻ നല്ലതാണ്. ദി ബാൾ, പിന്നെ പന്തിനും വേണ്ടി ഉരുണ്ടി കളിക്കുകയാണ്, പന്തുമ്പൽ ഉരുണ്ടി കളിക്കുകയാണ്. സച്ചിൻ ഈസ് റീഡിങ്, ബ്രൂണോ ഈസ് റോളിങ് ദി ബാൾ. അവസാനത്തെ ചിത്രം നോക്കൂ. എന്താണ്? എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ സച്ചിന് ചെയ്യുന്ന കാര്യം ഇവിടെ കിക്ക്. കിക്ക് എന്ന് പറയുന്നത് എന്താണ്? കിക്ക് എന്ന് പറയുന്നത് തട്ടുക എന്നൊക്കെ നമ്മൾ പറയും. കിക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞേ. എന്താ കിക്ക് എടുക്കുക? ബോളാണ്. അപ്പൊ സച്ചിനാണ് ഇവിടെ കിക്ക് ചെയ്യുന്നത് അല്ലെ. സച്ചിൻ ഈസ് കിക്കിംഗ് ദി ബോൾ. സച്ചിൻ ഈസ് കിക്കിംഗ് ദി ബോൾ. ആ സമയത്ത് എന്താണ് നമ്മളെ ഇവൻ ചെയ്യുന്നത്? ബ്രൂണോ ചെയ്യുന്നത്? ബ്രൂണോ ഈസ്
സ്ലീപ്പിംഗ്, ഉറങ്ങുകയാണ്. ഇവിടെ സ്ലീപ്പ് എന്നാ കൊടുക്കുക, അപ്പൊ സ്ലീപ്പിംഗ് ആണ്. ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ്. അപ്പൊ നമുക്ക് സച്ചിൻ കിക്കിംഗ് ദി ബോൾ എന്ന് എഴുതാം. ആദ്യം നമുക്ക് സച്ചിൻ ഈസ് കിക്കിംഗ് ദി ബോൾ, കിക്കിംഗ് ദി ബോൾ, ബോൾ എന്ന് പറഞ്ഞ പന്ത്. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ്. സച്ചിൻ ഈസ് കിക്കിംഗ് ദി ബോൾ, ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ്. നോക്കൂ, ഈ ചിത്രം നോക്കിയിട്ട് ഇതിലുള്ള വേർഡ് കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് സെന്റൻസ് ആക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചു. ഇവിടെ റണ്ണിങ് പറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്നതിനാണ്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ING ചേർത്ത് കൊടുത്താൽ റീഡിങ്, ജമ്പിങ്, റോളിങ്, കണ്ടില്ലേ, റണ്ണിങ്, അതുപോലത്തെ കിക്കിംഗ്, സ്ലീപ്പിംഗ്, ഇതൊക്കെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരുപാട് പദങ്ങൾ, സെന്റൻസുകൾ എഴുതി കൂട്ടുകാർ പഠിക്കുകയും വേണം. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി ഇങ്ങനെ പൂർത്തിയാക്കാം.